ഹല്ലേലൂയ. നമ്മളിന്ന് വളരെ കുറച്ച് പേരേ ഉള്ളൂ. എല്ലാവരും യാത്രയിലും എല്ലാവരും ഭവനങ്ങളിലും ഒക്കെ പോയിരിക്കുകയാണ്. എങ്കിലും നമുക്ക് ഒരുമിച്ച് ഇന്നിങ്ങനെ കൂടാനായിട്ട് ദൈവം ഒരു അവസരം തന്നതിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഈ അപ്പച്ചനെ ഞാൻ പെട്ടെന്ന് മനസ്സിലായില്ല. ഓക്കെ ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്ന് ഒരു പ്രത്യേക പോർഷൻ നമുക്ക് ഷെയർ ചെയ്യാം. കുറച്ച് പേരല്ലേ ഉള്ളൂ. കർത്താവ് ആ രീതിയിൽ നമ്മളെ വഴി നടത്തട്ടെ. 108 സങ്കീർത്തനം അതിൻ്റെ 1 വാക്യം നമുക്ക് വായിക്കാം. 108 സങ്കീർത്തനം. ദൈവമേ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും, എൻ്റെ മനം കൊണ്ട് ഞാൻ കീർത്തനം പാടും. പ്രൈസ് ഗോഡ്. വായിച്ചോളൂ. വീണയും കിന്നരവുമായുള്ളവേ ഉണരുവിൻ, ഞാൻ അതികാലത്ത് ഉണരും. യഹോവേ, വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ജാതികളുടെ മധ്യേ ഞാൻ നിനക്ക് കീർത്തനം പാടും. നിന്റെ ദയ ആകാശത്തു നിന്ന് മീതെ വലുതാകുന്നു, നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. ദൈവമേ, നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ. നിന്റെ മഹത്വം സർവ്വഭൂമിക്കും മീതെ തന്നെ. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലങ്കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളയണമേ. ദൈവമേ, തൻ്റെ വിശുദ്ധിയിൽ അരുളി ചെയ്തതുകൊണ്ട് ഞാൻ ആനന്ദിക്കും. ഞാൻ ശേഖേമിനെ വിഭാഗിച്ച് സുക്കോത്ത് താഴ്വരയെ അളക്കും. ഗിലെയാദ് എനിക്കുള്ളത്, മനശ്ശെയും എനിക്കുള്ളത്. എഫ്രൈം എൻ്റെ തലക്കോരിയും യഹൂദ എൻ്റെ ചെങ്കോലുമാകുന്നു. മേവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക. ഏദോമിന്മേൽ ഞാൻ എൻ്റെ ചെരുപ്പ് എറിയും. ഫെലിസ്ത്യ ദേശത്തിന്മേൽ ഞാൻ ജയഘോഷം കൊള്ളും. ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും? ഏദോമിലേക്ക് എന്നെ ആർ വഴി നടത്തും? ദൈവമേ, നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞില്ലയോ? ദൈവമേ, നീ ഞങ്ങളുടെ സൈന്യങ്ങളോടുകൂടെ പുറപ്പെടുന്നതുമില്ല. വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമല്ലോ. ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചുകളയും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സങ്കീർത്തനം പലരും വായിച്ചിട്ടുള്ള സങ്കീർത്തനമായിരിക്കും, ധ്യാനിച്ചിട്ടുള്ള സങ്കീർത്തനമായിരിക്കും. ഈ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിൻ്റെ 1 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ദൈവമേ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഈ മനസ്സ് ഉറച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അത് ഇംഗ്ലീഷിൽ നമ്മൾ പറയുകയാണെങ്കിൽ I have a steadfast heart. God, my heart is fixed എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിൽ. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, എൻ്റെ മനസ്സ് ഉറച്ച മനസ്സോടുകൂടിയാണ് ഞാൻ നിൽക്കുന്നത്. ദൈവത്തോടാണ് പറയുന്നത്. അപ്പോൾ ഉറച്ച മനസ്സ് നമുക്ക് ഇല്ലാത്തതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത്. പലപ്പോഴും നമുക്ക് നമ്മുടെ ദൈവത്തെ ഉറച്ച മനസ്സോടുകൂടി, കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു ഹാർട്ടോടുകൂടി നമുക്ക് കാണാൻ കഴിയാറില്ല. നമുക്ക് പലപ്പോഴും ചഞ്ചലിച്ചു പോകുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ഇനി എന്താകും എന്നുള്ള ചിന്ത കൊണ്ട് ഭാരം നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ, നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിൽ മനസ്സ് ഉറപ്പിക്കുവാനുള്ള ആ ഒരു താല്പര്യം, അല്ലെങ്കിൽ ആ ഒരു റിയൽ ആയിട്ടുള്ള ഒരു ചാൻസ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. അവിടെയാണ് നമ്മൾ ഫെയിലിയർ ആകുന്ന ഒരു കാര്യം. ഇതിൻ്റെ കാരണം നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ, ഈ സങ്കീർത്തനം വായിച്ചാൽ അതിൻ്റെ ചില ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, എന്തുകൊണ്ടാണ് എനിക്ക് ഈ സ്റ്റെഡ്ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ഹാർട്ട് ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റെഡ്ഫാസ്റ്റ് ഹൃദയത്തിൻ്റെ ഉടമയല്ലാതെ ആയി തീർന്നിരിക്കുന്നത്? എൻ്റെ ഹൃദയം എന്തുകൊണ്ടാണ് യഹോവയിൽ ഉറച്ചു നിൽക്കാൻ കഴിയാതെ പെർപ്ലക്സ്ഡ് ആയിട്ട്
ചഞ്ചലപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടുണ്ടാകുന്നു? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പലപ്പോഴും ഇത് മറ്റൊരു രീതിയിൽ പറയാറുണ്ട്, വേറൊരു രീതിയുമായിട്ട്, വേറൊരു കോണ്ടെക്സ്റ്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ സംസാരിക്കാറുണ്ട്. ഇന്ന് ഈ ഒരു കോണ്ടെക്സ്റ്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അതേ കാര്യം തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് നമ്മുടെ ഉള്ളിലേക്ക് നമ്മളൊന്ന് തിരഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും 3 കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ സങ്കീർത്തനത്തിലേക്ക് നോക്കാം. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ദൈവമേ, എൻ്റെ ഹൃദയം നിന്നിൽ ഉറച്ചിരിക്കുന്നു എന്ന് പറയുന്ന ദാവീദ് അടുത്ത സെന്റൻസിൽ പറയുന്ന കാര്യം എന്താണെന്ന് ശ്രദ്ധിച്ചു നോക്കി. ഞാൻ പാടും. ശ്രദ്ധിച്ചോ? അപ്പൊ ഹൃദയം ഉറച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കടന്നു വരുന്ന കാര്യം എന്താണ്? ഞാൻ പാടും, എൻ്റെ മനം കൊണ്ട് ഞാൻ കീർത്തനം പാടും. അപ്പം മനസ്സ് ഹൃദയത്തിൽ ഉറച്ച വ്യക്തിക്ക് മാത്രമേ ഒരു പ്രയാസമുണ്ടാകുമ്പോൾ, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരു ദുർഘടമുണ്ടാകുമ്പോൾ, ഒരു കഷ്ടമുണ്ടാകുമ്പോൾ പാടാൻ കഴിയത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ആരാധിക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. മനസ്സിലായോ? അപ്പം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം ഒരു പക്ഷേ ഇതായിരിക്കും. അപ്പം ആരാധന എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? സൺഡേയിൽ കടന്നു വന്ന് നവീൻ പാടുന്നു, അല്ലെങ്കിൽ ജോഷോയോ അതിലോ ഗിറ്റാറ് ഇതൊക്കെ പാടുന്നു, പാസ്റ്റർ മാത്യു ഇടയ്ക്കൊന്ന് എൻകറേജ് ചെയ്യുന്നു, കൈ അടിപ്പിക്കുന്നു, കൈ പൊക്കാൻ പറയുന്നു. അപ്പം ഈ കൈ പൊക്കാതെയും കൈ അടുപ്പിക്കാൻ പറയാതെയും ഒക്കെ കൈ അടിക്കാനും കൈ പൊക്കാനും ഒക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞാൽ മാത്രമേ കാര്യമുള്ളൂ. സൺഡേ ഇവിടെ വന്നിട്ടല്ല അതൊന്നും ചെയ്യേണ്ടത്. ഇവിടെ വന്ന് ചെയ്യുന്നത് ഒരു കോർപ്പറേറ്റ് വർഷിപ്പാണ്. നല്ല കാര്യം. നമ്മൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കുന്ന ആരാധന ഏറ്റവും നല്ല കാര്യം, സംശയമില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ആരാധന നമുക്കുണ്ടോ? വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾക്ക് കർത്താവിനെ ആരാധിക്കുവാനുള്ള, പ്രൈസ് ചെയ്യാനുള്ള, സ്തുതിക്കുവാനുള്ള ഒരു മനസ്ഥിതി നമുക്ക് വരാറുണ്ടോ? നമുക്ക് നല്ല ബിരിയാണി കിട്ടിയാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ചിലപ്പോൾ ഒരു പാട്ടൊക്കെ പാടിയെന്നിരിക്കും. അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സുറച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അത് സന്തോഷത്തിൻ്റെതായിക്കൊള്ളട്ടെ, സന്താപത്തിൻ്റെതായിക്കൊള്ളട്ടെ, കഷ്ടതയുടെ ആയിക്കോട്ടെ, ഏത് പ്രയാസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴായിക്കൊള്ളട്ടെ, നമുക്ക് കർത്താവിനോട് പാടാൻ പറ്റുമോ? കർത്താവിനോടൊരു കീർത്തനം ഉണ്ടാവുമോ? അപ്പോൾ ഒന്നാമത്തെ വിഷയം, ദൈവത്തോടുള്ള ആരാധന നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഞാൻ എൻ്റെ സിസ്റ്റർ കല്യാണം കഴിച്ചിരിക്കുന്ന ഡോക്ടർ ഐസക് വി മാത്യു, അദ്ദേഹത്തിൻ്റെ അമ്മ, ഞാൻ അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു നല്ലൊരു അമ്മച്ചിയായിരുന്നു. അവർ CSI ഫാമിലിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്ന ഒരു അച്ഛൻ, ശരിക്കും പറഞ്ഞാൽ ഒരു അച്ഛനായിരുന്നു. ശരിക്ക് അവിടുന്ന് രക്ഷിക്കപ്പെട്ട് വന്നതാണ് ഈ അമ്മച്ചിയും അച്ഛനും ഒക്കെ. അതിൻ്റെ മകനാണ് ഡോക്ടർ ഐസക് വി മാത്യു. അപ്പോൾ ഈ അമ്മച്ചി രക്ഷിക്കപ്പെട്ട് ആ സമയത്ത് ഈ അമ്മച്ചി ഭയങ്കര ദൈവസ്നേഹവും ദൈവസന്തോഷവുമാണ്. അപ്പം അമ്മച്ചിയുടെ കൂടെ കൂടിയാൽ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമാണ്. എപ്പോഴും വളരെ ആക്റ്റീവായിരിക്കും, എല്ലാ കാര്യത്തിലും വളരെ ആക്റ്റീവായിരിക്കും. അപ്പോൾ അമ്മച്ചി കടുക് വറക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അമ്മച്ചി കടുക് വറക്കാനായിട്ട് ഇങ്ങനെ ഓരോ കറി വെക്കാൻ, രാവിലെ അപ്പവും അല്ലെങ്കിൽ മുട്ടക്കറിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട്, അപ്പോൾ നമ്മളൊക്കെ കൂടെ കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ അമ്മച്ചി ഈ മറ്റേ ഈ ചീനച്ചട്ടിയെല്ലാം വച്ചിട്ട് വെള്ളം ഇതൊഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനുശേഷം ഇങ്ങനെ സ്തോത്രം 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 എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കടുക് സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഇതിങ്ങനെ ഭയങ്കരമായിട്ട് ഏതൊരു സന്ദർഭത്തിലും എന്ത് കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇതുപോലെ ചെയ്യും. അപ്പം ഞാൻ അമ്മച്ചി ചോദിച്ചു, അമ്മച്ചി ഇതെന്താ പരിപാടി? ഞാൻ ആരാധിക്കുകയാണ് മോനെ, ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. കടുക് വറക്കുമ്പോഴും ഏതൊരു സമയത്തും കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഡ്രം അടിക്കുന്നത് പോലെയാണ് അമ്മച്ചി കടുക് പൊട്ടിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദത്തിനനുസരിച്ച് ഒരല്പം കൂടി സ്തോത്രം അങ്ങോട്ട് പറയും. അത് ഹൃദയത്തിൻ്റെ ഒരു അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു സന്തോഷത്തിൻ്റെ ഒരു അവസ്ഥയാണ്. നമ്മളൊരു തൂമ്പെടുത്ത് കിളയ്ക്കുമ്പോഴോ, നമ്മൾ ഏതെങ്കിലും ഒരു ചുക്ലി അടിക്കുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ ഹൃദയം എപ്പോഴും കർത്താവിൽ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ വളരെ സന്തോഷം ഉള്ള ഒരു കാര്യമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മനസ്സിലായോ? അപ്പം മനസ്സ് കർത്താവിൽ ഫിക്സഡ് ആണെങ്കിൽ, യഹോവയിൽ ഫിക്സഡ് ആണെങ്കിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ആരാധിക്കാൻ കഴിയുന്നില്ല? ഇതുപോലെ നമുക്ക്
നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതൊരു ഒരു ആരാധനയുടെ ഒരു സമീപനം, ആരാധനയുടെ ഒരു ജീവിത ശൈലി നമുക്ക് എന്തുകൊണ്ടില്ല? കാരണം നമ്മുടെ മനസ്സ് ഫിക്സഡ് അല്ല. അതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു എക്സാമ്പിൾ ഞാൻ കണ്ടേക്കുന്നത് നമ്മുടെ അരവിന്ദ് ഭായിയാണ്. അരവിന്ദ് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഒരേ വീട്ടിൽ തന്നെയാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ മേളിലാണ് അവൻ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ രാവിലെ ഒരു 7:30 7:45 ഒക്കെ ആകുമ്പോഴാണ് ഞാൻ ഞങ്ങളുടെ രാവിലത്തെ പ്രെയറിൽ ഞാൻ കയറുന്നുണ്ടെങ്കിൽ ആ പ്രെയർ കഴിഞ്ഞതിന് ശേഷം ഒരു 7:15 7:30 ആകുമ്പോൾ ഞാൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങും. കോഴി, താറാവ്, പട്ടി, ഇങ്ങനെയുള്ള എല്ലാ കിളികൾ, ഇങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും കൂടെ അടുത്തൊക്കെ പോയി അതിന് തീറ്റ കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പം ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ആരാധനയാണ്. ആരാധന, പാട്ട്, ബഹളം. എന്താണ്? അരവിന്ദൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. അവൻ ഇവിടെ ഈ സൺഡേ പാടേണ്ട പാട്ട് മിക്കവാറും ഇപ്പം സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ആണെന്നുണ്ടെങ്കിൽ ഈ പാടുന്ന പാട്ടുകൾ കറക്റ്റ് ഓർഡറിൽ തിരുവത്താഴം വരെ പോവും. തിരുവത്താഴത്തിൽ പാടേണ്ട പാട്ടും ഈ പറഞ്ഞ കുളിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. ഞാനത് നേരിട്ട് വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഏതൊരു സമയത്ത്, അപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതലും നമ്മൾ പാട്ടുകാരാണ്. പലരും പാട്ട് പാടുന്നത് കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെയാണ് അല്ലേ? ശരിക്ക് പാട്ട് പാടാൻ മടിയുള്ളവരും കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാട്ട് പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഉച്ചത്തിൽ അങ്ങ് പാടിക്കൊണ്ടേയിരിക്കുക, ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഏതൊരു സമയമെന്ന് അതിനില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ആരാധിച്ചുകൊണ്ടിരിക്കുക, മറ്റുള്ളവർക്കൊരു ശല്യം ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മുടെ ആത്മീക ജീവിതത്തിലെ ആരാധന നമ്മുടെ ജീവിതത്തിൽ പേഴ്സണൽ ലൈഫിൽ നമ്മൾ കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ദൈവത്തിൽ മനസ്സ് ഫിക്സഡ് ആയിട്ടുള്ളൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കടന്നു വരുന്ന കാര്യമായിട്ട് 108-ാമത്തെ സങ്കീർത്തനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. രണ്ടാമത് വീണ്ടും നമ്മൾ പോകുമ്പോൾ അവിടെ കാണുന്ന മറ്റൊരു കാര്യം, നിന്റെ ദയ, അതിൻ്റെ 4-ാമത്തെ വാക്യം 5-ാമത്തെ വാക്യം നോക്കിയാൽ, നിന്റെ ദയ ആകാശത്തിന് മീതെ വലുതാകുന്നു, നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. ദൈവമേ, നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ. നിന്റെ മഹത്വം സർവ്വഭൂമിക്കും മീതെ തന്നെ. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലങ്കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളയണമേ. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് ക്ലബ് ചെയ്ത് കാണാൻ കഴിയും. താഴോട്ട് വായിക്കുമ്പോഴൊക്കെ നമുക്കത് കാണാൻ കഴിയും. രണ്ടാമത്, ഒരു മനുഷ്യൻ, ഒരു വ്യക്തി ദൈവത്തിൽ ഫിക്സഡ് ആയിട്ട് ഹൃദയം വച്ചിരിക്കുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനാ ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഹല്ലേലൂയ. മനസ്സിലായോ? ഒന്നാമത് ഞാൻ പറഞ്ഞു, ആരാധനയെക്കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പ്രാർത്ഥനയുടെ ലൈഫ്. പ്രാർത്ഥന, വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഒരുപക്ഷെ ന്യൂസ് പേപ്പറിലൂടെയോ TV-യിലൂടെയോ ഒക്കെ കണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സ് ഉരുകിയിട്ടുണ്ടോ? മണിപ്പൂരിൽ പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയം എങ്ങനെയാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്? നോർത്ത് ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് പെർസിക്യൂഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്? സോളി സിസ്റ്റർ ഒരു അസുഖം ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്? ജോസഫ് അങ്കിളിന് ഒരു പ്രശ്നമുണ്ടായി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ പ്രാർത്ഥനയുടെ ആ ലൈഫ്, പേഴ്സണലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ്? മോണോലോഗാണ്. ദൈവത്തോടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തോടുള്ള സംസാരം, ദൈവത്തോടുള്ള നമ്മുടെ ആ ഒരു നമ്മുടെ ഹൃദയത്തെ പകരുന്ന ആ ഒരു പ്രവൃത്തി, അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ്? അതൊരു ജീവിതചര്യയായിട്ട് വന്നിട്ടുണ്ടോ? വിവിധങ്ങളാണ് പ്രശ്നങ്ങൾ നമ്മുടെ മുൻപിലുള്ളത്. ഇതൊരു ബേർഡനായിട്ട് നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ടോ? നമ്മുടെ മനസ്സ് ഫിക്സഡ് ആണെങ്കിൽ, യഹോവയിൽ ഫിക്സഡ് ആണെങ്കിൽ, നമ്മുടെ മനസ്സ് ദൈവത്തിൽ ഉറച്ചതാണെങ്കിൽ, അതാണ് 108-ന്റെ 1 നമ്മൾ വായിച്ചത്. ദൈവമേ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. പിന്നെയാണ് താഴോട്ട് വരുന്നത്, എൻ്റെ മനസ്സ് ഉറച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആശ്രയമുള്ള നമ്മുടെ സങ്കേതമായിട്ടുള്ള ദൈവത്തെ അല്ലാതെ മറ്റാരെയാണ് നമുക്ക് വിളിക്കാൻ കഴിയുന്നത്? സ്തോത്രം. ഇന്നൊരു സഹോദരൻ നമ്മളവിടെ കാക്കനാടിൽ ആരാധനയ്ക്ക് വരേണ്ടുന്ന സഹോദരനായിരുന്നു. അദ്ദേഹത്തിന്
വരാനുള്ള വണ്ടിക്കൂലിയില്ല. അപ്പം അദ്ദേഹം വന്നില്ല, അത് അവിടെ ഇരുന്നു. ഞാൻ വിളിച്ചപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രശ്നം പറയുന്നത്. അപ്പോൾ വിശ്വാസത്തിൽ, അപ്പോൾ വണ്ടിക്കൂലി ഇല്ലെങ്കിലും തൊട്ടടുത്തിരിക്കുന്ന ഒരാളോട്, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന നമ്മുടെ, അല്ലെങ്കിൽ നമ്മളുമായിട്ട് നല്ല പരിചയമുള്ള ഒരാളോട് ഒരു 15 രൂപ കടം ചോദിച്ചാൽ, 20 രൂപ കടം ചോദിച്ചാൽ ഇന്നത്തെ സമയത്ത് ആരും കൊടുക്കാതിരിക്കത്തില്ലല്ലോ, അല്ലേ? കൊടുക്കും, തീർച്ചയായിട്ടും കൊടുക്കും. തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൊടുക്കും. മനസ്സ് ഉറച്ചിട്ടുണ്ടെങ്കിൽ വഴികൾ ദൈവം തീർച്ചയായിട്ടും തുറക്കും. മനസ്സുറയ്ക്കാതെ വരുമ്പോഴാണ് നമ്മൾക്ക് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ പലതിലും ആശ്രയിക്കാൻ തുടങ്ങും. അപ്പൊ യഹോവയിലല്ല മനസ്സുറച്ചിരിക്കുന്നത്. യെരമ്യാവിന്റെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ നമ്മളൊരു ഭാഗം വായിക്കുന്നുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ഹൃദയം, അല്ലെ 17:5 എനിക്ക് തോന്നുന്നത്. നോക്കി, യെരമ്യാവിൻ്റെ പുസ്തകം 17:5 എന്നെടുത്ത് വായിച്ചു നോക്കി. ഞാൻ ഇടയ്ക്ക് ഇത് എടുക്കാറുള്ളൊരു ഭാഗമാണിത്. അത് വളരെ ശ്രദ്ധേയമായിട്ടൊരു ഭാഗമായതുകൊണ്ട് മാത്രമാണിത് എടുക്കുന്നത്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച്, ശ്രദ്ധിച്ചോണം, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറിയിരിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ശ്രദ്ധിച്ചോ ആ വാക്യം, ശ്രദ്ധിച്ചോ? അപ്പൊ മനുഷ്യന് ആശ്രയിക്കാൻ പലതുണ്ട് മുൻപിൽ, അല്ലേ? അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്നുകൂടെ പറഞ്ഞേ മോളെ. മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറിയിരിക്കുന്നവൻ ആരാണെന്നാ പറഞ്ഞിരിക്കുന്നത്? ശപിക്കപ്പെട്ടവൻ. നമ്മുടെ മനസ്സ് ഫിക്സഡ് ആണോ യഹോവയിൽ? അങ്ങനെയെങ്കിൽ യഹോവയെ തന്നെ ആശ്രയിക്കാനും പ്രാർത്ഥിക്കാനും ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് ആഗ്രഹം കടന്നു വരും. നമ്മൾ അവിടെ മുട്ടുകുത്തും, സംശയം വേണ്ട. ദൈവവുമായിട്ടുള്ള സമ്പർക്കം നമ്മൾക്ക് വളരെ ശക്തമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊന്നും ചിന്തിക്കുന്നില്ല. നമ്മൾ ഒരു പ്രെയർ ക്ലോസറ്റിലേക്ക് കയറി അവിടെ മുട്ടുകുത്തി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങും. അതിപ്പോൾ ഒരു സൂചി പോയതായിക്കൊള്ളട്ടെ, ഒരു മൊട്ടുസൂചി നമുക്ക് നഷ്ടപ്പെട്ടതായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ചെറിയ ഒരു കാര്യമായിക്കൊള്ളട്ടെ, ദൈവത്തിലുള്ള ആശ്രയത്തിലേക്ക് നമ്മൾ കടന്നു പോകും. കർത്താവ്, ഞാനൊരു വലിയ പ്രശ്നം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നെ നീ ഇതിൽ നിന്ന് രക്ഷിക്കണം. അപ്പോഴേ കയറി പ്രെയർ ക്ലോസറ്റിൽ കയറി അവിടെ മുട്ടുമടക്കി കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന നമ്മുടെ ലൈഫിൽ ഉണ്ടാകാത്തതിൻ്റെ കാരണം, ഞാൻ അതിലേക്കാണ് പോകുന്നത്. കാരണം നമ്മുടെ മനസ്സ് യഹോവയിൽ ഫിക്സഡ് അല്ല. ദാവീദ് പറഞ്ഞിരിക്കുന്നത് പോലെ, ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു എന്ന് പറയുവാനുള്ള ചങ്കൂറ്റം എനിക്ക് വന്നിട്ടില്ല. എനിക്ക് ആ കോൺഫിഡൻസ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല. സ്തോത്രം. 4-5 വാക്യം ഇതിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം, നിന്റെ ദയ ആകാശത്തിന് മീതെ വലുതാകുന്നു. ദൈവത്തെ അറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളിവിടെ കാണുന്നത്. എങ്ങനെയാണ് ഈ ദൈവത്തെ അറിയുന്നത്? 3-ാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളത്, നമ്മുടെ ധ്യാനം, ദൈവവുമായിട്ടുള്ള നമ്മുടെ മെഡിറ്റേഷൻ, ധ്യാനം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ മെഡിറ്റേഷൻ, ധ്യാനം ഇല്ലാതെ ഇരിക്കുന്ന ഒരു ജീവിത രീതിയാണ് നമ്മൾക്കുള്ളതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഹൃദയം യഹോവയിൽ ഫിക്സഡ് അല്ല, ഉറച്ചിട്ടില്ല. ദാവീദോട് പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ ഹൃദയം യഹോവയിൽ ഉറച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ആദ്യം കീർത്തനം പാടും, ഞാൻ അവന് പാട്ടുപാടും, ഞാൻ അവനെ ആരാധിക്കും, പിന്നീട് ഞാൻ അവനെ ധ്യാനിക്കാൻ തുടങ്ങും. സ്തോത്രം, ഹല്ലേലൂയ. ധ്യാനിക്കാൻ തുടങ്ങും. സങ്കീർത്തനം 63 നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ എങ്ങോട്ട് നോക്കുന്ന പറഞ്ഞിരിക്കുന്നത്? എൻ്റെ ദൈവത്തിങ്കലേക്ക് നോക്കും. അത് ആരൊക്കെയാണ് നോക്കുന്നത്? എൻ്റെ ഹൃദയം നോക്കും, എൻ്റെ മനസ്സ്, എൻ്റെ ആത്മാവ് നോക്കും, എൻ്റെ ശരീരം നോക്കും ആ ദൈവത്തിങ്കലേക്ക്. അതാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പാട്ട് പാടാറുണ്ട്. ആ പാട്ട് സങ്കീർത്തനം 63 നമ്മൾ പാടാറുണ്ട്. ഏതാ പാട്ട്? ഓർമ്മയുണ്ടോ? സ്തോത്രം. യെസ് റോജർ. ദൈവമേ നീ എൻ ദൈവം, ആരാധിക്കും
ആ, ദാഹിക്കുന്നു നിനക്കായി ആ നീർത്തോടുകൾക്കായി വാഞ്ചിക്കുന്നെന്നുള്ളം നോക്കി, സങ്കീർത്തനം 63-ന്റെ അതിന്റെ വരികളാണ് എഴുതിയിരിക്കുന്നത്. വാഞ്ചിക്കുന്നെന്നുള്ളം. പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓരോ സെന്റൻസ് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ ഹൃദയം, നമ്മുടെ ഉള്ളം, നമ്മുടെ ദേഹി, നമ്മുടെ ദേഹം, നമ്മുടെ ആത്മാവ്, ഇത് മൂന്നും ദൈവത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കാക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ധ്യാനം, സ്തോത്രം, കിടക്കമേൽ ധ്യാനിക്കുന്ന നിമിഷങ്ങൾ. ബൈബിൾ മറ്റൊരു എവിടെയോ പറയുന്നുണ്ട്, കിടക്കമേൽ ഞാൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറയുകയാണ്, ഈ ധ്യാനത്തിൽ എന്താ പ്രത്യേകത? പ്രാർത്ഥനയും ധ്യാനവും തമ്മിൽ വ്യത്യാസമുണ്ടോ? പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഒരു മോണോലോഗാണ്. ദൈവത്തോട് ചില ആവശ്യങ്ങൾ അറിയിക്കുന്നു, ദൈവത്തോട് നമ്മുടെ സങ്കടങ്ങൾ അറിയിക്കുന്നു, ദൈവത്തോട് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ അറിയിക്കുന്നു. നമ്മുടെ ഹൃദയം ദൈവത്തോട് ചേരുന്നു, അല്ലെങ്കിൽ ഹൃദയം പോർ ഔട്ട് ചെയ്യുന്നു, കരയുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ചെയ്യുന്നു. ഹല്ലേലൂയ. മോണോലോഗ്. ധ്യാനത്തിൽ പ്രത്യേകതയുണ്ട്. ധ്യാനത്തിൽ നമ്മൾ ചെയ്യുന്നത് ദൈവത്തെക്കുറിച്ച്, ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട്, ദൈവം ആരാണെന്ന് വ്യക്തമാക്കി ആ ഒരു ധാരണയിൽ നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ദൈവം നമ്മളോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ധ്യാനത്തിൽ നമുക്കതാണ് അനുഭവം, നമ്മുടെ ജീവിതാനുഭവം അതാണ്. നോക്കിയ, മനസ്സ് ഉറച്ചിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം. 2, നമ്മുടെ ആരാധനാ ജീവിതം. 3, നമ്മുടെ ധ്യാന ജീവിതം. ഇത് 3ഉം ഇല്ല എങ്കിൽ ആത്മീകമായിട്ട് നമ്മൾ വളരെ തളർച്ചയിലാണ് പ്രിയമുള്ളവരെ. സ്തോത്രം. നമ്മൾ തളർന്നു പോകുന്നു, എവിടെ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു, എവിടെ നമ്മൾ ദൈവത്തോട് ഫ്രസ്ട്രേറ്റഡ് ആകുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന, നിങ്ങളുടെ മനസ്സിലൂടെ അത് കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോണം, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ കുറവ് വന്നിട്ടുണ്ട്, എൻ്റെ ആരാധനാ ജീവിതത്തിൽ കുറവ് വന്നിട്ടുണ്ട്, എൻ്റെ ധ്യാന ജീവിതത്തിൽ കുറവ് വന്നിട്ടുണ്ട്. സ്തോത്രം. ദൈവ വചനം ജോഷുവോട് പറഞ്ഞല്ലോ അല്ലേ? ജോഷുവയുടെ പുസ്തകം 1-ന്റെ 9-ാമത്തെ വാക്യത്തിൽ ദൈവം മറ്റൊന്നും പറഞ്ഞില്ല. ആകെ വിഷണ്ണനും പ്രയാസത്തോടുകൂടി നിൽക്കുന്ന ജോഷുവ ഈ 6 ലക്ഷം വരുന്നതായിട്ടുള്ള ജനങ്ങളെ എങ്ങനെ ഞങ്ങൾക്ക് നടത്താൻ പറ്റും, എങ്ങനെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ, ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നപ്പോൾ മോശ പോയല്ലോ. മോശയില്ല. ഇപ്പോൾ ഇതുവരെ മോശ ചാരി നിൽക്കാമായിരുന്നു, പക്ഷെ ഇപ്പൊ മോശയില്ല. അങ്ങനെ നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ എന്ത് സംഭവിച്ചു? ദൈവം വന്നു. ദൈവം പറഞ്ഞു, മോനെ, നീ വേറെ ഒന്നും ചെയ്യണ്ട, ദിനവും രാത്രിയിലും എൻ്റെ വചനത്തെ ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദിനവും രാത്രിയിലും എൻ്റെ വചനത്തെ നീ ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ മതി. മറ്റൊന്നും നീ ചെയ്യേണ്ട കാര്യമില്ല. നിന്റെ ജീവിതത്തിൻ്റെ ഐശ്വര്യം നിനക്ക് അവിടെ കാണാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പ്രോസ്പെരിറ്റിയുടെ ഫോർമുല നിങ്ങളോട് ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരൊറ്റ ഫോർമുലയേ ഉള്ളൂ ബൈബിളിൽ. അതിൻ്റെ താഴോട്ട് വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. നിൻ്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. താഴോട്ട് വായിച്ചേ. 10-ാമത്തെ വാക്യം പൊക്കിക്കോ. എന്റെ യോശുവ ജനത്തിന്റെ പ്രമാണികളോട് കൽപ്പിച്ചു. എന്നാറെ യോശുവ ജനത്തിന്റെ പ്രമാണികൾ മതി. അതിന് മുമ്പ് 8-ാമത്തെ വാക്യം. സോറി. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് അതാണ്. നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കുക. രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് വായിച്ചുകൊണ്ട് നടക്കണം, വായിച്ചുകൊണ്ടിരിക്കണം, വായിച്ചുകൊണ്ട് കിടക്കണം, വായിച്ചുകൊണ്ട് ഉറങ്ങണം എന്നുള്ളതാണോ അർത്ഥം? അല്ല, അങ്ങനെയൊന്നും അല്ല അതിൻ്റെ അർത്ഥം. നമ്മൾക്ക് ധ്യാനം, ദൈവവചനം വായിച്ച് മനസ്സിലാക്കി അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ്റെ ജീവിതം ആ ദിവസം മുഴുവൻ ആ ധ്യാനിച്ച വചനങ്ങളാൽ നിറഞ്ഞ് നിബിഡമായിരിക്കും.
അതാണ് അതിൻ്റെ ഉദ്ദേശം. അതിൽ എഴുതിയിരിക്കുന്നതൊക്കെ പോലെ പ്രമാണിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് സംഭവിച്ചിരിക്കുന്നു? ധ്യാനിച്ച വിഷയം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവജനം അതാ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നമുക്ക് മിസ്സായിരിക്കുന്നത് നോക്കി. ഒന്ന്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്നുകൂടി പരിശോധിക്കണം. 2, നമ്മുടെ ആരാധനാ ജീവിതത്തെ ഒന്നുകൂടി പരിശോധിക്കണം. 3, നമ്മുടെ ധ്യാന ജീവിതത്തെ നമ്മൾ ഒന്നുകൂടി പരിശോധിക്കണം. ഇനി വീണ്ടും നമുക്ക് 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞതിന് ശേഷം ഞാനിവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. ധ്യാന ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. പ്രാർത്ഥനയുടെ ജീവിതവും ആരാധനയുടെ ജീവിതം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് നിവൃത്തീകരിക്കുവാൻ വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. എന്നാൽ ധ്യാന ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട്. എന്താണെന്നറിയോ? ധ്യാനമെന്ന് പറയുമ്പോൾ ദൈവത്തെ പൂർണ്ണമായിട്ടും അറിയുവാനുള്ള, മറ്റൊരു ഡെഫിനിഷൻ ഞാൻ പറയുക, ദൈവത്തെ പൂർണ്ണമായിട്ടും അറിയുവാനുള്ള ഒരു താല്പര്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നതാണ് സത്യത്തിൽ ധ്യാന ജീവിതത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 3:10 മുതലൊക്കെ താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, 3:10 അവൻ പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ട്, ഒരുപാട് അറിവുകളുണ്ട്, ഒരുപാട് കൃപകൾ ഞാൻ പ്രാപിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും എനിക്ക് അവനെക്കുറിച്ച് അറിയണം, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിയണം, അല്ലേ, അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയണം. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ നമ്മളിത് ചിന്തിച്ചാൽ മതി. എനിക്ക് ദൈവത്തെക്കുറിച്ച്, യേശുവിനെ കുറിച്ച് ഇപ്പോഴുള്ള അറിവ് പോരാ. എനിക്ക് യേശുവിനെ കൂടുതലായിട്ട് അറിയുവാനുള്ള ഒരു താല്പര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ധ്യാന ജീവിതത്തെയാണ് അത് കാണിക്കുന്നത്. ഞാൻ ഇന്ന് ധ്യാനിക്കുമ്പോൾ എനിക്ക് ലഭിച്ച ഉൾക്കാഴ്ചയല്ല നാളെ ഞാൻ ധ്യാനിക്കുമ്പോൾ എനിക്കുണ്ടാകുന്നത്. സ്വർഗത്തിൽ നിന്നുള്ള ജ്ഞാനത്തെ പ്രാപിക്കാൻ യാക്കോബ് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം, അതിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ജ്ഞാനത്തിൻ്റെ സ്വഭാവം, വിശേഷണം, അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അത് നിർമ്മലമാണ്, അല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 3-ാമത് അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇതാണ്. ധ്യാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ ചിന്തിക്കേണ്ടത് മറ്റൊന്നുമല്ല, അതിൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ എടുക്കേണ്ടുന്ന ഒരു വിഷയത്തിലേ ഉള്ളൂ. ധ്യാനം എന്ന് പറയുമ്പോൾ ദൈവത്തെ കൂടുതൽ അറിയാനുള്ള ജിജ്ഞാസയും ആഗ്രഹവും എൻ്റെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ധ്യാന ജീവിതത്തിൻ്റെ പാർട്ടാണ്. ഞാൻ ധ്യാന ജീവിതം എൻ്റെ ജീവിതത്തിലുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? ആ ഭാവം മനസ്സിലായോ? അന്നേക്ക് മനസ്സിലായോ? അന്നെ ഹല്ലേലൂയ. നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും കർത്താവിനെക്കുറിച്ച് അറിയാനുള്ള താല്പര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ധ്യാന ജീവിതത്തെക്കുറിച്ചാണ്. അല്ലെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇരുന്ന് വായിച്ച് മനസ്സിലാക്കി ഹൃദയസ്ഥമാക്കിയ ദൈവവചനം ഞാൻ ഈ രാവിലെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളുടെ മേലെല്ലാം, ആ ദിവസം മുഴുവൻ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളുടെ മേലെല്ലാം എന്നെ ചിന്തിപ്പിക്കുകയും എന്നെ ഒരുപാട് ചേഞ്ച് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ധ്യാന ജീവിതത്തിൻ്റെ സൂക്ഷ്മതയാണ് കാണിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വിഷയം ഇത്. ഞാൻ അതിലേക്ക് 3 കാര്യങ്ങൾ കൂടി നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. ഒന്ന്, ഈ ധ്യാന ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടുന്നത്, നമ്മൾ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് ആണ് ആദ്യം ഇറങ്ങി ചെല്ലുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, നമ്മളെ അറിയുന്ന, നമ്മൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന, നമ്മൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ഒരു ക്രിസ്തുവിനെയാണ് നമ്മൾ കാണുന്നത്. ഇനി പിതാവായിട്ടുള്ള ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ ആഴത്തിൽ ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്വന്തം പുത്രനെ തരുവാൻ തക്കവണ്ണം നമ്മളെ സ്നേഹിച്ച ഒരു പിതാവിനെയാണ് നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ.
കർത്താവായിട്ടുള്ള യേശുക്രിസ്തുവും പിതാവും എല്ലാം ഒന്നാണെന്ന് നമുക്കറിയാം. എങ്കിലും വിവിധ ഫങ്ഷൻസിൽ, വിവിധങ്ങളായിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾക്ക് ഏത് രീതിയിലാണ് പിതാവിനെ കാണുന്നത്, ഏത് രീതിയിലാണ് പുത്രനെ കാണുന്നത് എന്നുള്ളതൊക്കെ വളരെ വ്യത്യസ്തമായ രീതികളിലായിരിക്കും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ പതിഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ചിലർക്ക്, എനിക്കറിയാം, ചിലർക്ക് പിതാവായിട്ടുള്ള ദൈവം എന്ന് പറയുമ്പോൾ പുത്രനായിട്ടുള്ള യേശുക്രിസ്തുവിനെ തന്നെയാണ് അവരുടെ ഹൃദയത്തിൽ കാണാൻ പറ്റുന്നത്. ചിലർക്ക് അങ്ങനെയല്ല, ചിലർക്ക് പുത്രനായിട്ടുള്ള യേശുക്രിസ്തുവിൽ തന്നെ ആണ് കൂടുതലും ആ പുത്രനായിട്ടുള്ള യേശുക്രിസ്തു എന്ന് പറയുന്ന ആ ഒരു സംജ്ഞയ്ക്കാണ് അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്ഥാനം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് മൂന്നും ഒന്നാണെന്നുള്ള തിരിച്ചറിവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും തെറ്റല്ല. സ്തോത്രം, മനസ്സിലായല്ലോ അല്ലേ? ഇതൊന്നും തെറ്റല്ല, കാരണം ഇതെല്ലാം ഒന്ന് തന്നെയാണ്, നമുക്കറിയാം. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ദൈവത്തിൻ്റെ ആ സന്നിധിയിലേക്ക്, പ്രസൻസിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആദ്യമായിട്ട് ധ്യാനത്തിൽ അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു വിഷയം. അവിടെ നമ്മൾ എന്താ കാണുന്നത്? നമ്മൾ കാണുന്നത് നമ്മൾ ആരാണെന്നും ദൈവം ആരാണെന്നുമുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് നമ്മൾ ദൈവത്തിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ സാന്നിധ്യത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വാക്യം ഞാൻ വായിക്കാം. ലാമൻറ്റേഷൻസ് അല്ലെങ്കിൽ വിലാപങ്ങളുടെ പുസ്തകം, അതിൻ്റെ 3-ാമത്തെ അധ്യായം, അതിൻ്റെ 22-23 വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായോ ആ വാക്യം? ആ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലായോ? നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ പ്രസൻസിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ മനോഭാവം എങ്ങനെ ആയിരിക്കണം? നമ്മൾ ഓരോരുത്തരും മുടിഞ്ഞു പോകാതിരിക്കാനായിട്ട്, അല്ലേ? 23-ാമത്തെ വാക്യം, 23 22 അല്ലേ? നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറിയില്ലേ? നമ്മൾ ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്താണ്? എന്താ ചിന്തിച്ചുകൊണ്ടിരുന്നത്? എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, ബലമുണ്ട്. ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് നമുക്ക് നല്ല ആരോഗ്യമുണ്ട്, നമുക്ക് നല്ല ബലമുണ്ട്, നമുക്ക് കഴിവുണ്ട്, നമുക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്, അല്ലേ? നമ്മളിങ്ങനെ പല രീതികളിലുള്ള ചിന്തകളാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ദൈവം ഒരു ചെറിയൊരു ഹെൽപ്പ് കൂടെ ചെയ്തു തന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്. വചനം എന്താ പറയുന്നത്? വചനം അതല്ല പറയുന്നത്. വചനം പറയുന്നത് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാണെന്നാണ് പറയുന്നത്. സ്തോത്രം. അപ്പം നമ്മുടെ എക്സിസ്റ്റൻസ് തന്നെ ദൈവത്തിൻ്റെ ദയ കൊണ്ടാണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് നോക്കി അതൊരു വ്യത്യാസമുള്ള ഒരു ഇരിപ്പായിരിക്കും. സ്തോത്രം. കർത്താവേ, ഞാനൊന്നുമല്ല, ഞാനിപ്പോൾ നിൽക്കുന്ന നിൽപ്പിൽ അങ്ങ് വീണു പോകാം, ഞാനിപ്പോൾ നിൽക്കുന്ന നിൽപ്പിൽ എൻ്റെ ശ്വാസം പോകാം, അല്ലേ അപ്പച്ചാ? സ്തോത്രം. പക്ഷെ ദൈവം എന്നെ പിടിച്ച് താങ്ങി നിർത്തിയിരിക്കുക. എന്തോ ഒരു ഉദ്ദേശമുണ്ട് അവിടെ. ദൈവത്തിന് എന്തോ ഒരു ഉദ്ദേശമുണ്ട് എന്നെക്കുറിച്ച്. അപ്പം ഇത് വ്യത്യസ്തമായൊരു ചിന്തയാണ്. അപ്പം ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും, ഈ ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകും ദൈവത്തിൻ്റെ കരുണയൊന്നും തീർന്നു പോയിട്ടില്ല. ഏതൊരവസ്ഥയിലും അവൻ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. കണ്ടോ, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ഫേസ് ചെയ്യുന്ന ഓരോ വിഷയങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തെല്ലാം രീതികളിലുള്ള വിഷയങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണോ നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അല്ല, വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിന്തിച്ചോണം, ദൈവത്തിൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല. സ്തോത്രം. ഇനി 23-ാമത്തെ വാക്യം നോക്കി. അതെന്താണ്? ആ കരുണയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കി. അത് രാവിലെ തോറും അത് പുതിയതായിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. സ്തോത്രം. അപ്പൊ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നമുക്കൊരറിവ് കിട്ടി, ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് ഒരു അറിവ് കിട്ടി. നമുക്കറിയാം, ഓൾറെഡി ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് അറിവ് കിട്ടി. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ, പരിജ്ഞാനത്തെ കവിയുന്ന നിന്റെ സ്നേഹം എനിക്കൊന്ന് അറിയണം എന്നൊക്കെയാണ് പറയുന്നത്, അല്ലേ? ഹല്ലേലൂയ.
അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അതൊരു വ്യത്യസ്തമായ സ്നേഹമാണ്. ദൈവത്തിൻ്റെ കരുണ അതൊരു വ്യത്യസ്തമായ കരുണയാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തത അതൊരു വ്യത്യസ്തമായ വിശ്വസ്തതയാണ്. മൈ ഗോഡ്, ഞാനൊന്നുമല്ല. മനസ്സിലായോ? അപ്പം ഞാനിപ്പോൾ ധ്യാനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ പ്രസൻസിൽ അനുഭവിക്കുന്ന ഒരു വിഷയം ഇതാണ്. നമ്മൾ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങും. സ്തോത്രം. നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ദൈവത്തിൻ്റെ പ്രസൻസിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന സത്യങ്ങൾ ഇതാണെങ്കിൽ, നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുന്ന ദൈവത്തെക്കുറിച്ചുള്ള അറിവിതാണെങ്കിൽ, തീർച്ചയായിട്ടും നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകാൻ തുടങ്ങും. ദൈവത്തിൻ്റെ പ്രസൻസ് അനുഭവിക്കാൻ തുടങ്ങും. സ്തോത്രം. അനുഭവിക്കുന്നവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന പലരുടെയും ജീവിതത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ടും പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യുന്നതുകൊണ്ടും ഒക്കെ നമുക്കറിയാം. ഹല്ലേലൂയ. നിങ്ങൾ അനുഭവിക്കുന്ന വ്യഥകളും കഷ്ടതകളും ഹൃദയത്തിൻ്റെ ആ നുറുങ്ങലും ഒക്കെ നമുക്ക് കുറച്ചൊക്കെ നമുക്കറിയാം. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട്, ഒരു മനുഷ്യൻ അറിയുന്നതിനേക്കാളും ഉപരിയായിട്ട് ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന നമ്മുടെ ദൈവത്തിന് അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ദൈവം. അവൻ്റെ കരുണ കൊണ്ട് നമ്മൾ മുടിഞ്ഞു പോകുന്നില്ല. അവൻ്റെ കരുണ കൊണ്ട്, അവൻ്റെ വിശ്വസ്തത കൊണ്ട് നമ്മൾ നിലനിൽക്കുകയാണ്. ഇത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ് പ്രിയമുള്ളവരെ. രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴേ തന്നെയുമല്ല, നമുക്ക് ഈ ഒരു വിഷയത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ വചനം വായിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അറിവ് തരുന്ന ഒരു വിഷയം ഈ ദൈവത്തിൻ്റെ പ്രസൻസിനെ കുറിച്ച് അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ വിവരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ദൈവം എവിടെയൊക്കെയാണ് ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോസ്തല പ്രവൃത്തികളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ഏറ്റ അടി പോലെ അടി ആരും ഏറ്റിട്ടില്ല. ഞാൻ ഏറ്റ കഷ്ടതകൾ, ഞാൻ ഏറ്റ അരിഷ്ടതകൾ, ഞാൻ ഏറ്റതായിട്ടുള്ള കപ്പൽ ഛേദങ്ങൾ, ഞാൻ ഏറ്റതായിട്ടുള്ള കള്ളന്മാരുടെ ശല്യം, ഉപദ്രവങ്ങൾ, സഹോദരന്മാരാൽ ഉള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം അപ്പോസ്തല പ്രവൃത്തികളിൽ അദ്ദേഹം, എനിക്ക് തോന്നുന്നു എഫേഷ്യ സഭയിലെ മൂപ്പന്മാരോട് സംസാരിക്കുന്ന സംസാരത്തിൽ ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. കൂടാതെ അദ്ദേഹം, നമുക്കറിയാം 2 കൊരിന്ത്യർ 12 അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്കും കൃപയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. സ്തോത്രം. ഫിലിപ്പിയർക്ക് ലേഖനം 3 അധ്യായത്തിൽ അതിൻ്റെ 10 വാക്യത്തിൽ 3 പ്രധാനപ്പെട്ട ക്രിസ്തീയ വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 3:10 സ്തോത്രം. അവനെക്കുറിച്ച് അറിയുക, അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി അറിയുക, അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയുക. ഇതൊക്കെ പൗലോസ് അപ്പോസ്തലനിലൂടെ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ചില ജ്ഞാനങ്ങളാണ്. ഇദ്ദേഹം തന്നെ വീണ്ടും ഫിലിപ്പിയർക്ക് ലേഖനം 4:13 പറയുകയാണ് ഇദ്ദേഹം അനുഭവിച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യം എന്താണ്. 4:13 എന്ത് പറയുന്നു? ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. കണ്ടോ? അൾട്ടിമേറ്റ്ലി അപ്പോസ്തലനായ പൗലോസ് തിരിച്ചറിഞ്ഞ ഒരു ദൈവത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇതെങ്ങനെ തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിൽ, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ. സ്തോത്രം. തിരിച്ചറിഞ്ഞ കാര്യം. നമ്മുടെ ഹൃദയം ഉറച്ചിട്ടില്ലെങ്കിൽ നമുക്കിതൊന്നും പറ്റുന്ന കാര്യങ്ങളല്ല. നമ്മുടെ ഹൃദയം ഉറച്ചിട്ടില്ലെങ്കിൽ ധ്യാനിക്കാൻ നമുക്ക് പ്രയാസമായിരിക്കും. സ്തോത്രം. അപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഓർത്തോണം, ഈ വേക്കിംഗ് അപ്പ് ടു ഹിസ് പ്രസൻസ്. നമ്മൾ ദൈവത്തിൻ്റെ ആ സന്നിധിയിൽ, അവൻ്റെ പ്രസൻസിലേക്ക്, അവൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുന്ന ഒരനുഭവം ആദ്യം നമുക്കുണ്ടാകണം. അത് ധ്യാനത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ്. രണ്ടാമതിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ധ്യാനത്തിൽ തന്നെ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ പ്രസൻസിൽ ഇരിക്കുന്ന നമ്മൾ ദൈവത്തെ അറിഞ്ഞു, ദൈവത്തെ നമ്മൾ മനസ്സിലാക്കി സന്തോഷിക്കുന്ന ഒരവസ്ഥയുണ്ട്. എംബ്രേസിങ് ഹിസ് പ്രസൻസ് എന്ന് വേണമെങ്കിൽ അതിന് പറയാം. ദൈവത്തിൻ്റെ പ്രസൻസിനെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിമഗ്നനാകുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ധ്യാനത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിമഗ്നനാകുന്ന, നിർവൃതി അടയുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഊളിയിട്ട് ഇറങ്ങുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണ്. അതാണ് നമ്മൾ കാണുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ്.
ശ്രദ്ധിച്ചോണം, ഇത് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് പറയുന്നത്. എന്തുകൊണ്ടാണ് ആ നിമഗ്നനായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ നമുക്ക് ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നതിൻ്റെ കാര്യം? മറ്റൊന്നുമല്ല, ദൈവത്തിന് ഹി വാണ്ട് ടു അൺഫോൾഡ് ദ റെവലേഷൻ ഫോർ യു. നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വെളിപാട്, നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പ്രകാശനത്തെ ദൈവത്തിന് നിങ്ങൾക്ക് തരണം. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം എന്താണ് നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്? ദൈവം ഈ സാഹചര്യത്തിലൂടെ നിങ്ങളെ എന്തുകൊണ്ട് കടത്തിക്കൊണ്ട് പോകുന്നു? ദൈവത്തിന് നിങ്ങളെ പഠിപ്പിക്കണം ഈ കാര്യം. അപ്പോൾ ദൈവത്തിൻ്റെ പ്രസൻസിലായിരിക്കുന്ന പ്രസൻസിലായിരിക്കുമ്പോൾ രണ്ടാമത് സംഭവിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, യു ആർ ഗോയിങ് ടു എംബ്രേസ് ദാറ്റ് പ്രസൻസ്. നിങ്ങൾ അതിൽ തന്നെ പൂർണ്ണമായിട്ട് നിമഗ്നമാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുക. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ ദൈവം നിങ്ങൾക്ക് പ്രകാശനത്തെ തരും. മകനെ, മകളെ, ഇതാണ്, ദിസ് ഈസ് ദ തിങ് വാട്ട് ഐ ആം ലുക്കിംഗ് ഫോർ. ഇതാണ് നിന്നെക്കുറിച്ച് എൻ്റെ ആഗ്രഹം. ഇതാണ് നീ ചെയ്യേണ്ടത്. ഇപ്പോൾ നീ ചെയ്തതിൽ ഒരു ചെറിയ തെറ്റുണ്ട്. നീ അത് മാപ്പ് പറഞ്ഞ് ഉപേക്ഷിച്ച് നിനക്ക് നിരപ്പായി നിൽക്കുക. ഇതൊക്കെ നമുക്ക് ഈ സംസാരമെല്ലാം, ഈ തരത്തിലുള്ള പരിജ്ഞാനമെല്ലാം, ഈ തരത്തിലുള്ള അറിവുകളെല്ലാം ദൈവം ഈ എംബ്രേസിങ് സിറ്റുവേഷനിലാണ് നമുക്ക് തരുന്നത്. അവൻ്റെ ആ സന്നിധിയിൽ ഇരുന്ന് അവനോട് ചേർന്ന് എംബ്രേസ് ചെയ്തിരിക്കുന്ന, അവനോട് ചേർന്ന് നിമഗ്നനായിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ദൈവം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങുന്നത്. ആ സമയത്ത് കർത്താവ് സംസാരിക്കുക. എന്താ സംസാരിക്കുന്നത്? യെരമ്യാവിൻ്റെ പുസ്തകം 29:11 കർത്താവ് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. വളരെ, നിങ്ങൾ വീടിൻ്റെ ഉമ്മറത്തും ഒക്കെ എഴുതി വെക്കുന്നതാണ് ചിലപ്പോൾ. എൻ്റെ ഓഫീസ് ടേബിളിൽ ഞാൻ ഈ സാധനം ഒരു മരത്തിൻ്റെ തടിയിൽ ഉണ്ടാക്കി അവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർ എന്നോട് ഒന്ന് ചോദിച്ചിട്ടുണ്ട്, ഇതെന്തുവാന്ന്. ഞാൻ പറയും, ഇത് ബൈബിളിലെ വാക്യമാണ്, വായിച്ചു നോക്കാൻ പറയും. വായിച്ചു നോക്കുമ്പോൾ തന്നെ അവർക്ക് വലിയ സന്തോഷമായിട്ട് അവർ പോകും. ഓ, ഓക്കെ, അങ്ങനെയൊക്കെയല്ലേ. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? നിങ്ങൾ എന്നെ അന്വേഷിക്കും. അല്ല, യെരമ്യാവിൻ്റെ പുസ്തകം 29:11. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവം നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. ഇന്നവ എന്ന് ദൈവം അറിയുന്നു. അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സെന്റൻസാണ് അല്ലേ? നമുക്കതിനെ ചുരുക്കി പറയാം. എന്താണ്? നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി ഇന്നത് എന്ത് എന്ന് വരുവാനുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് അല്ലേ? അതല്ലേ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന് വ്യക്തമായ ധാരണയുണ്ട്. എന്നിട്ട് നിങ്ങളോട് സംസാരിക്കുക. അതിന് അടുത്തത്, അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ളത്. ഇപ്പോൾ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുക, ദൈവത്തിന്റെ സന്നിധിയിൽ, പ്രസൻസിൽ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിൽ എംബ്രേസ് ചെയ്ത്, നിങ്ങൾ ദൈവത്തോട് നിമഗ്നനായി കരഞ്ഞ്, കർത്താവേ ഇത് എങ്ങനെയാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ദൈവം നിങ്ങളോട് ഇടപെടുക. എന്താ ഇടപെടുന്നത്? മകനെ, മകളെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇത് തിന്മയ്ക്കായിട്ടുള്ളതല്ല, ഇത് നന്മയ്ക്കായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ ശുഭഭാവി തന്നെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ നിവർത്തിക്കാൻ പോവുകയാണിത്. ദൈവത്തിൻ്റെ ഒരു ശബ്ദം നിങ്ങൾ കേൾക്കാൻ തുടങ്ങും. പല രീതിയിലുള്ള ശബ്ദമായിരിക്കും ദൈവം സംസാരിക്കുന്നത്. ദൈവം വചനത്തിലൂടെ സംസാരിക്കും. ദൈവം നിങ്ങളോട് ഇൻറ്റ്യൂഷനിലൂടെ സംസാരിക്കാനായിട്ട് തുടങ്ങും. ദൈവം അൺഫോൾഡ് ചെയ്യും പല കാര്യങ്ങളും. ദൈവം അതിനെ വേർതിരിച്ച് കാണിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഗൈഡൻസിലേക്ക് നിങ്ങൾ പതുക്കെ തിരിയാൻ തുടങ്ങും. അതുവരെ നിങ്ങളൊരൽപ്പം ബലം പിടിച്ചിരിക്കുകയായിരുന്നു. അതൊരൽപ്പം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു നിങ്ങൾ. കർത്താവേ, ഇതെന്താ സംഭവിക്കുക? എത്ര നാളുകളായത്, ഇതിനൊരു മാറ്റം വരാത്ത എന്താ? എന്തുകൊണ്ടാണ് ഇതിനകത്തൊരു ഒരു ബ്രേക്ക് ത്രൂ കാണാത്തത്? സ്തോത്രം. പ്രിയമുള്ളവരെ, സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കുക. ദൈവം നിങ്ങളുടെ ശുഭഭാവി തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നന്മ മാത്രമേ ദൈവം കരുതുന്നുള്ളൂ. സ്തോത്രം.
തിന്മയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ നടക്കുമ്പോഴും ദൈവത്തിൻ്റെ നന്മ നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്ന ഒരു വഴി ഇപ്പോൾ ദൈവം തുറന്നിടാൻ പോവുകയാണ്. കർത്താവിനത് കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. അതിലൂടെ ദൈവം എന്താ ചിന്തിക്കുന്നത്? 1 പത്രോസ് 2:9 നമ്മൾ വായിക്കുകയാണ്. He is reminding you about the purpose of your calling. നിങ്ങളുടെ വിളിയെക്കുറിച്ചുള്ള നിങ്ങളെ എന്തിന് ഞാൻ വിളിച്ചു, നിങ്ങളെ എന്തിനാണ് ഞാൻ തിരഞ്ഞെടുത്തത്, നിങ്ങളെ എന്തിനാണ് ഞാൻ ദൈവമകനാക്കിയത്, നിങ്ങൾക്ക് വേണ്ടി എന്തിനാണ് ഞാൻ രക്തം ചൊരിഞ്ഞത് എന്ന് ദൈവം നിങ്ങളെ വെളിപ്പെടുത്തരുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾ എന്തിനാണ് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്? എന്തിനാണ്? സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയായിട്ട് നിങ്ങളെ മാറ്റിയിരിക്കുകയാണ്. രാജകീയ പുരോഹിത വർഗമായിട്ട് നിങ്ങളെ മാറ്റിയിരിക്കുകയാണ്. ഒരു വിശുദ്ധ വംശമായിട്ട് നിങ്ങളെ മാറ്റിയിരിക്കുകയാണ്. ഒരു വിശുദ്ധ ജനമായിട്ട് നിങ്ങളെ മാറ്റിയിരിക്കുകയാണ്. ഇതൊക്കെ ചിന്തിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, ഇതെല്ലാം ആത്മീകമായ കാഴ്ചപ്പാടിലേക്കാണാവുള്ളൂ. സ്തോത്രം. അമേരിക്കൻ പാസ്റ്റേഴ്സ് പറയുന്ന പോലെ റോയൽ പ്രീസ്റ്റ്ഹുഡ് ആണ്, അതുകൊണ്ട് ഞങ്ങൾ ലംബോർഗിനി കാറിലേ നടക്കത്തുള്ളൂ എന്ന് പറയുന്ന പാസ്റ്റർമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇല്ലേ? കേരളത്തിലുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന വീടൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ഭയങ്കര കൊട്ടാരമായിരിക്കണം. കാരണം എന്താണ്? രാജകീയ പുരോഹിത വർഗമായിട്ടാണ് വിളിച്ചിരിക്കുന്നത് ഞങ്ങളെ. ചില്ലറ നിസ്സാര കാര്യമല്ല, അതൊന്നുമല്ല. ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ കിടക്കുന്നത്. എന്താണ്? ഒരു പുരോഹിതന്റെ ജോലി എന്താണ്? ദൈവവും മനുഷ്യരും തമ്മിൽ ഇടയിൽ നിൽക്കുന്ന ശുശ്രൂഷ പുരോഹിതന്റെ ശുശ്രൂഷ. അതാ പുരോഹിതൻ. അവൻ്റെ വിശുദ്ധിയെക്കുറിച്ച്, അവൻ്റെ വാക്കുകളെക്കുറിച്ച്, അവൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് അവൻ വളരെ ചിന്തയുള്ളവനായിരിക്കണം. അവൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തോട് അനുരൂപപ്പെടുന്നവനായിരിക്കരുത്, അവൻ ദൈവത്തോട് അനുരൂപപ്പെട്ടവനായിരിക്കണം. ഇതൊക്കെയാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. വിശുദ്ധ വംശമായിട്ട്, അവൻ്റെ സ്വന്തം ജനമായിട്ട് നിൽക്കുന്ന ഒരു കോളിംഗ് ആണ് എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്നത്, പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഈ കോള്, ഈ പർപ്പസ്, ഇതെല്ലാം ദൈവം അത്ഭുതകരമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു സന്ദർഭമുണ്ട്. അവിടെയാണ് ആ പ്രസൻസ്, ദൈവത്തിൻ്റെ പ്രസൻസ് എംബ്രേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന, നിമഗ്നമായി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രസൻസ് അവിടെയാണ്. ധ്യാനത്തെക്കുറിച്ചാണ് ഞാൻ കൂടുതലും നിങ്ങളോട് സംസാരിക്കുന്നത്. ഒന്നാമത് ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരവസ്ഥ. രണ്ടാമത് ഞാൻ പറഞ്ഞു, ഇറങ്ങിച്ചെന്ന് നിങ്ങൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് കൂടുതൽ പ്രാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദിനംതോറും എന്നെ നടത്തുന്ന ദൈവം ഇതാണല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങും. നിങ്ങളുടെ യാഥാർത്ഥ്യ ബോധത്താൽ നിങ്ങൾ നിറയപ്പെടാൻ തുടങ്ങും. ആ സമയത്ത് നിങ്ങൾ സത്യത്തിൽ ആ ദൈവവുമായിട്ട് കൂടിച്ചേരുന്ന, ദൈവവുമായിട്ട് ആലിംഗനം ചെയ്ത് നിൽക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ അവൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കാൻ തുടങ്ങും. അവൻ പറയും, ഈ ശുഭഭാവി നിങ്ങൾക്ക് വേണ്ടി ഞാൻ കരുതി വച്ചിരിക്കുകയാണ്. ഒരു സംഭവവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തിന്മയ്ക്കായിട്ടല്ല, അതെല്ലാം നന്മയ്ക്കായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണമുണ്ട്. നിങ്ങളെ ഞാൻ വിളിച്ചിരിക്കുകയാണ് രാജകീയ പുരോഹിത വർഗമായിട്ട്, നിങ്ങളെ ഞാൻ വിളിച്ചിരിക്കുകയാണ് വിശുദ്ധ ജാതിയായിട്ട്, നിങ്ങളെ ഞാൻ വിളിച്ചിരിക്കുകയാണ് അത്ഭുത പ്രകാശത്തിലേക്ക്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയാണ് നടക്കേണ്ടത്. പ്രകാശത്തിലാണ് നിങ്ങൾ നടക്കേണ്ടത്, അന്ധകാരത്തിലല്ല നടക്കേണ്ടത്. സ്തോത്രം, ഹല്ലേലൂയ. വീണ്ടും നമുക്ക് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. ധ്യാനത്തിൽ ഈ പ്രസൻസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. കർത്താവ് ഇതെല്ലാം നമുക്ക് വെളിവാക്കി തന്നു, പ്രകാശിപ്പിച്ച് തന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു എൻകറേജ്മെൻ്റ് ഉണ്ടായി, ഒരു പ്രകാശനം ഉണ്ടായി, ഒരു സന്തോഷം ഉണ്ടായി, ഒരു കോൺഫിഡൻസ് ഉണ്ടായി, അല്ലേ? സ്തോത്രം. അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്താണെന്നറിയോ? മകനെ, നിനക്ക് കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം ഇനി വേണ്ടിയത് എന്താണെന്നറിയോ? എൻ്റെ ശക്തി നിനക്ക് വേണം. സ്തോത്രം, ഹല്ലേലൂയ. നീ ഉദ്ദേശിക്കുന്നത് പോലെ എൻ്റെ സന്നിധിയിലിരുന്നു, എൻ്റെ സന്നിധിയിൽ ആരാധിച്ചുകൊണ്ടിരുന്നു, എൻ്റെ സന്നിധിയിൽ നീ ചില കാര്യങ്ങളെ പ്രാപിച്ചു, നിനക്ക് പ്രകാശനം ലഭിച്ചു. ഇനി പക്ഷെ നീ ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത് ഈ ദുഷ്ടലോകത്തിലേക്കാ. സ്തോത്രം, ഹല്ലേലൂയ. ഈ ദുഷ്ടലോകത്തിലേക്കാണ് നീ ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത്.
ശ്രദ്ധിച്ചു നോക്കി, നിങ്ങൾക്ക് ഒരു സംഭവം അറിയാമോ? ബൈബിളിൽ ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. കർത്താവായിട്ടുള്ള യേശു ക്രിസ്തു അവനെ മറുരൂപ മലയിൽ പോയിട്ട് അവനെ കാണിച്ചു കൊടുത്തൊരു സന്ദർഭത്തെക്കുറിച്ച് നിങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലേ? അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? അവിടെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരുണ്ടായിരുന്നു അല്ലേ? പത്രോസ് ഉണ്ടായിരുന്നു, യോഹന്നാൻ ഉണ്ടായിരുന്നു, പിന്നെ ആരുണ്ടായിരുന്നേ? യാക്കോബ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇവരിത് കണ്ടതോടുകൂടി ഇവർക്ക് വളരെ സന്തോഷമായി. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കുമല്ലോ, നമുക്കൊക്കെ തോന്നുന്ന ഒരു സന്തോഷമാണ്. എന്നാൽ പിന്നെ ഒരു കൂടാരമൊക്കെ അടിച്ചിട്ട് ഇവിടെ തന്നെ അങ്ങോട്ട് കൂടിക്കളയാമെന്ന് അവർ ചിന്തിച്ചു. ദൈവം പറഞ്ഞു അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല. സ്തോത്രം. സൺഡേ കടന്നു വരാനായിട്ട് നമ്മൾ നല്ല ഉടുപ്പൊക്കെ ഇട്ട്, ഏറ്റവും നല്ല ഇതൊക്കെ ഇട്ട്, ഏറ്റവും നല്ല ചെരുപ്പൊക്കെ ഇട്ട്, ഏറ്റവും നല്ല സന്തോഷമായിട്ട് സൺഡേയിൽ നമുക്കിവിടെ ഇരുന്ന് കർത്താവിനെ കൈകൊട്ടി പാടി ആരാധിക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ നമ്മളെക്കുറിച്ച് ദൈവം ആരാധിക്കുന്നതാണ് ഈ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന്, നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത് എവിടെയാ, നിന്നെ ഞാൻ നട്ടിരിക്കുന്നത് എവിടെയാണ്? ഈ ലോകത്തിലാണ്. സ്തോത്രം. ഈ ലോകത്തിലാണ് നിന്നെ നട്ടിരിക്കുന്നത്, ഈ ലോകത്തിലാണ് നിന്നെ വച്ചിരിക്കുന്നത്. നീ ഭൂമിയുടെ സോൾട്ടാണ്, നീ ഉപ്പാണ്, നീ പ്രകാശമാണ്. ഇതൊക്കെ കർത്താവ് പറയാനുള്ള കാര്യം എന്താണ്? അതാ നിന്റെ വിളി. അപ്പോൾ നിനക്ക് ഈ ലോകത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് എന്ത് വേണം? ശക്തി വേണം. അപ്പോസ്തല പ്രവൃത്തി 1:8 നമുക്കറിയാം, ശിഷ്യന്മാര് ഇതെല്ലാം കണ്ട് കർത്താവിൽ നിന്ന് ഇതെല്ലാം മനസ്സിലാക്കി കർത്താവ് തന്നെയാണ് ഉയർത്തെഴുന്നേറ്റത് എന്നുള്ള ബോധ്യമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വളരെ എൻത്യൂസിയാസ്റ്റിക് ആയി. എന്ന് വെച്ചാൽ എന്നാ പിന്നെ ഇനി അങ്ങ് ഇറങ്ങിയേക്കാന്ന് വച്ചപ്പോഴത്തേക്കും തോളെ കൈ പിടിച്ചിട്ട് കർത്താവ് പറഞ്ഞു അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്താണ്? അതെ, ഇപ്പം പോവാറായിട്ടില്ല. എന്താണ് 1:8 പറയുന്നത്? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. സ്തോത്രം. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഒക്കെ പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ച പ്രകാശനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ദൈവശക്തി നിറഞ്ഞുകൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ടത്. ധ്യാനത്തിൽ നമുക്ക് ലഭിക്കുന്ന ദൈവശക്തിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ദൈവത്തിൻ്റെ പ്രസൻസ് മാത്രമല്ല, ദൈവത്തിൻ്റെ ശക്തി കൂടി നമ്മളിലേക്ക് വ്യാപരിക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും ധ്യാനത്തിൽ. സ്തോത്രം. ആ ധ്യാനത്തിൽ ആ ശക്തി പ്രാപിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ എത്ര ദുഷ്ടകരമായ കാര്യങ്ങളാണ് നമ്മുടെ മുൻപിൽ നടക്കുന്നതെന്നുണ്ടെങ്കിലും അതിനെയെല്ലാം ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ദൈവം കൃപ നൽകും. ഹല്ലേലൂയ. ഒന്ന് കൈകളെ പൊക്കിയിട്ടൊന്ന് നമ്മൾ കർത്താവിനെ സ്തുതിക്കാം. യെസ്, കർത്താവ് കൃപ നൽകും നമുക്ക്. ദൈവത്തിൻ്റെ പ്രസൻസിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ എംബ്രേസ് ചെയ്ത് നിൽക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രകാശനങ്ങളെ തന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് ഒരു കാര്യം കൂടി ഓർപ്പിക്കുകയാണ്, എൻ്റെ ശക്തി കൂടി നീ പ്രാപിച്ചിട്ട് വേണം ഇവിടെ നിന്ന് പോകാനായിട്ട്. നമ്മൾ കുറച്ചുകൂടെ നേരം ധ്യാനത്തിൽ അവിടെ ഇരിക്കും അല്ലേ? എന്തിനു വേണ്ടിയിട്ട്? കർത്താവിൻ്റെ ശക്തി പ്രാപിക്കാനായിട്ട്. സ്തോത്രം. ആ ശക്തി പ്രാപിക്കുന്ന ആ ഒരവസ്ഥ കൂടി ധ്യാനത്തിൻ്റെ ഒരു പാർട്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനം വായിച്ചു, ദൈവവചനം ധ്യാനിച്ചു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഈ വചനം വായിക്കുന്നതും വചനം ധ്യാനിക്കുന്നതും അറിവ് നേടാൻ വേണ്ടി മാത്രമല്ല. സ്തോത്രം. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ടാണ്. അതുകൊണ്ടാണ് ധ്യാനം കഴിവതും രാവിലെ ആണെങ്കിൽ വളരെ നല്ലതെന്ന് പറയുന്നത്. ധ്യാനിക്കുന്നത് നല്ലത് രാവിലെയാണെന്ന് പറയാനുള്ള കാര്യം, നമ്മൾ രാവിലെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പുറത്തേക്ക് ഈ ലോകത്തിലേക്കാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത്. അവിടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ഇന്ന് എന്ത് സംഭവിക്കുന്നൊക്കെ നമുക്കൊന്നും അറിയില്ല. പക്ഷെ ദൈവത്തിന് അറിയാം. ദൈവം നമ്മളെ ശക്തീകരിച്ചിട്ടുണ്ട്. ആ കോൺഫിഡൻസിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കാര്യം മനസ്സിലായോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക്, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. 108 1 വാക്യത്തെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. മണി 1 മണിയാണോ 12 മണിയാണോ? 12 മണിയാണല്ലോ അല്ലേ? ഓക്കെ, പ്രൈസ് ഗോഡ്. ഓക്കെ, 108 1 വാക്യമാണ് നമ്മൾ തുടങ്ങിയത് അല്ലേ? 108 1 വാക്യത്തിൽ എന്ത് പറയുന്നു? ദൈവം എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു. അപ്പോൾ മനസ്സുറച്ച ഒരു ദൈവഭക്തൻ്റെ ജീവിതത്തിൽ 3 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയുണ്ട്? ഒന്ന്, പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോ. ഒന്ന്, ആരാധനയുണ്ട്. സ്തോത്രം. അന്ന കേട്ടില്ല അത്. അതിന് ശേഷം വന്നത്. അപ്പം അന്നയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, ദൈവമേ എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു എന്ന് പറയുന്ന ദാവീദ് പിന്നീട് പറയുന്നത്, ഞാൻ പാടും
എൻ്റെ മനം കൊണ്ട് ഞാൻ കീർത്തനം പാടും എന്ന് പറഞ്ഞാൽ അവൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ അവന് ആരാധനാ ജീവിതമുണ്ട്. ഒന്ന്, മനസ്സുറച്ചിരിക്കുന്ന, യഹോവയിൽ ഉറച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആരാധനാ ജീവിതമുണ്ട്. അവൻ ഏതൊരു സന്ദർഭത്തിലായിക്കൊള്ളട്ടെ അത് ചെയ്തുകൊണ്ടിരിക്കും. ബ്രൈഡിനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും ദൈവത്തെ പാടിക്കൊണ്ടിരിക്കും. സ്തോത്രം. അപ്പോൾ ആ ബ്രൈഡ് ചോദിക്കും, ചേച്ചി എന്നതായി പാടുന്നതെന്ന് ചോദിക്കും. അപ്പോൾ പറയണം, യെസ്, കർത്താവിനെ കുറിച്ച് ഞാൻ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ബ്രൈഡ് രക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം. രണ്ടാമത്തെ കാര്യം പ്രാർത്ഥനാ ജീവിതം, പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. സ്തോത്രം. പ്രാർത്ഥനയുണ്ടായിരിക്കണം അവൻ്റെ ജീവിതത്തിൽ. റെഗുലറായിട്ടുള്ള പ്രയർ, ബേർഡൻഡ് പ്രയർ. പ്രത്യേകം ശ്രദ്ധിച്ചോണം. ബേർഡൻഡ് പ്രയർ, ആചാര വെടി പോലുള്ള പ്രാർത്ഥന കൊണ്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. സ്തോത്രം. അതുകൊണ്ട് വലിയ കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ബേർഡൻ നിമിത്തമായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നോടൊരു സഹോദരൻ ഇവിടെ ഉണ്ടായിരുന്ന പണ്ടത്തെ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഞാൻ പല്ല് തേക്കുന്നതിന് മുമ്പും പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, പല്ല് തേക്കുന്നതിന് മുമ്പ് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? പല്ല് തേക്കുന്ന ഒരു ദിനചര്യയല്ലേ, അതിന് മുമ്പ് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? അതിൻ്റെ കാര്യമൊന്നുമില്ല. അപ്പം അങ്ങനെ ഓവർ സ്പിരിച്വാലിറ്റി ഒന്നും അല്ല ഇത് പറയുന്നത്. ഇത് പറയുന്നത് നമുക്കൊരു സംഭവത്തെക്കുറിച്ച് കേട്ടു, നമുക്കൊരു വ്യക്തിയെക്കുറിച്ച് കേട്ടു, ഒരു രോഗത്തെക്കുറിച്ച് കേട്ടു, ഒരു പ്രയാസത്തെക്കുറിച്ച് കേട്ടു. ഇമ്മീഡിയറ്റ് ആയിട്ട് എൻ്റെ ഹൃദയത്തിൽ ഒരു ബർഡൻ ഉണ്ടാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചോണം, നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെയോ മാറ്റം വരാനുണ്ട്, ഇനിയും മാറ്റം വരാനുണ്ട്. അപ്പോൾ പ്രാർത്ഥന ജീവിതം. മൂന്നാമത്തെ കാര്യം എന്താ നമ്മൾ പറയുന്നത്? മൂന്നാമത്തെ കാര്യം അതായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം. എന്താണ്? ധ്യാന ജീവിതം. നമ്മുടെ ജീവിതത്തിൽ ധ്യാന ജീവിതം. അപ്പോൾ മനസ്സ് യഹോവയിൽ ഉറച്ചിരിക്കുന്ന വ്യക്തിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, അവൻ്റെ പ്രാർത്ഥന, അവൻ്റെ ആരാധന, അവൻ്റെ ധ്യാന ജീവിതം. ധ്യാന ജീവിതത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ അതിൻ്റെ 3 സ്റ്റെപ്പുകളാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ദൈവത്തിൻ്റെ പ്രസൻസിലേക്ക് ആദ്യം ഇറങ്ങിച്ചെല്ലുന്ന ഒരു അനുഭവമാണ് ധ്യാനത്തിൻ്റെ പ്രത്യേകത. അവിടെ നമ്മൾ കാണുന്നത് ദൈവം ആരാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവാണ് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത്. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തിൻ്റെ ജസ്റ്റിസിനെ കുറിച്ചുള്ള അറിവ്, ദൈവത്തിൻ്റെ റൈച്ചസ്നെസ്സിനെ കുറിച്ചുള്ള അറിവ്. ഇങ്ങനെ പല കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാനുണ്ട്. അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്യം ഓർത്താൽ മതി. എനിക്ക് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അറിയുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രാധാന്യമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം പറയണമെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ പ്രസൻസ്. രണ്ടാമത്, ഈ പ്രസൻസിലായിരിക്കുമ്പോൾ നമ്മളോട് ദൈവം സംസാരിക്കാൻ തുടങ്ങും. അവിടെയാണ് ദൈവവുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ വരുന്നത്. ദൈവത്തോട് നിമഗ്നനായിട്ട് ദൈവത്തെ എംബ്രേസ് ചെയ്യുന്ന ഒരനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരാൻ തുടങ്ങും. അവിടെ ദൈവം നമ്മൾക്ക് പ്രകാശനങ്ങളെ തരും. ദൈവം നമ്മളെ ഉറപ്പിക്കും. നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഉദ്ദേശ്യം എന്താണെന്നുള്ളത് ദൈവം നിങ്ങളോട് വെളിപ്പെടുത്തി തരും. ആ വെളിപ്പെടുത്തൽ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും. എഴുന്നേക്കരുത്. സ്തോത്രം. കർത്താവിനോട് എന്ത് പറയണം? കർത്താവേ, എനിക്ക് നിൻ്റെ ശക്തി ആവശ്യമാണ്. ഞാനിതിനെ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. എൻ്റെ കൂടെ ആരുമില്ല. ഞാനിതിനെ ഫേസ് ചെയ്യണം. സ്തോത്രം. ഈ സാഹചര്യങ്ങളെ ഓവർകം ചെയ്യാൻ എനിക്ക് കഴിയും. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശക്തനാണ്. എന്തുകൊണ്ടാണ്? കർത്താവ് എൻ്റെ കൂടെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, അല്ലേ? ശക്തനാക്കുന്നവൻ മുഖാന്തരം. വിശ്വാസമുണ്ട് നിങ്ങൾക്ക്? കർത്താവ് നിങ്ങളെ ശക്തനാക്കുമോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ധ്യാനിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുക. ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. നിങ്ങളുടെ ധ്യാന ജീവിതവും പ്രാർത്ഥനാ ജീവിതവും നിങ്ങളുടെ ആരാധനാ ജീവിതത്തിലും ഒക്കെ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തുക പ്രിയമുള്ളവരെ. സ്തോത്രം. ഹല്ലേലൂയ. എന്ത് പ്രയോറിറ്റൈസ് ചെയ്യണം നിങ്ങളുടെ ജീവിതത്തിൽ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. സ്തോത്രം. മറ്റാർക്കും ഇത് വിട്ടുകൊടുക്കരുത്. എന്ത് പ്രയോറിറ്റൈസ് ചെയ്യണം? എന്താണ് ഞാൻ മുൻഗണന എൻ്റെ ജീവിതത്തിൽ കൊടുക്കേണ്ടത്? അത് ഞാനാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. അത് വേറെ ആർക്കും അത് വിട്ടുകൊടുക്കരുത്. സ്തോത്രം. നിങ്ങളുടെ ഭാര്യയ്ക്ക് വിട്ടുകൊടുക്കരുത്. നിങ്ങളുടെ ഭർത്താവിന് വിട്ടുകൊടുക്കരുത്. സ്തോത്രം. നിങ്ങളുടെ മക്കൾക്ക് വിട്ടുകൊടുക്കരുത്. അത് ഞാനാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്.
ദൈവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, ആത്മീകമായിട്ടുള്ള കാര്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് കർത്താവിനെ ആശ്രയിക്കാം. പ്രിയമുള്ളവരെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ നമുക്ക് താഴ്ത്താം.